സ്റ്റോൺസ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്തിൽ കല്ലുകൾ. 1 പത്രോസ് 4:5, 6 കഴിഞ്ഞ ദിവസം എടുത്തത്. അതിനകത്ത് കർത്താവായ യേശുക്രിസ്തുവാണ് ജീവനുള്ള കല്ല് എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിയുമ്പോൾ ഇന്ന് കല്ലിനൊരു ഹിസ്റ്ററി ഉണ്ട്. കല്ലുകളെക്കുറിച്ച് നമ്മളങ്ങനെ അധികം ചിന്തിക്കാറില്ല. പക്ഷേ കല്ലിന് വേദപുസ്തകത്തിലൊരു പ്രധാന സ്ഥാനമുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കല്ലുകളെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. കല്ലിൽ എഴുതപ്പെട്ട കൽപ്പനകൾ, പഴയ നിയമത്തിലെ കൽപ്പനകൾ. പുറപ്പാട് 31:18 പറയുന്നത്, അവൻ സീനായി മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു തീർന്ന ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകൾ, സാക്ഷ്യപലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു. അപ്പം ദൈവം സീനായ് മലയുടെ മുകളിൽ വെച്ച് കർത്താവ് തന്നെ എഴുതിയതായിട്ടുള്ള 10 കൽപ്പനകൾ 2 സ്ലേറ്റിൽ, 2 കല്ലേൽ എഴുതിയത് മോശയെ ഏൽപ്പിച്ചു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ദൈവം തമ്പുരാൻ തന്നെ എഴുതി കൊടുക്കണമെങ്കിൽ അതിനെന്തുമാത്രം പ്രാധാന്യമുണ്ട്. നമ്മൾ മനുഷ്യർ, അതായത് ഈ അല്പശ്വാസമുള്ള മനുഷ്യർ, ഈ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഒന്നും ഇല്ല. അത് മനസ്സിലാക്കാതെ നമുക്ക് തോന്നുന്ന പോലെ നിയമം മാറ്റി എഴുതിയാൽ ദൈവത്തിന് സഹിക്കുമോ? സൊദോം ഗൊമോറയെക്കാട്ടിലും നാശത്തിലേക്ക് പോകുന്ന ഒരു കാലയളവിൽ തലമുറകളെ വളർത്തിയെടുക്കാൻ ഭാരമുള്ളൊരു കാലം. ചെറുപ്പക്കാർക്ക് ദൈവത്തെ വേണ്ട, പിന്നെ എങ്ങനെയെങ്കിലും പണം കൂടുതലുണ്ടാക്കണം, ഏതെങ്കിലും തരത്തിലുണ്ടാക്കണം എന്നുള്ള ചിന്ത നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ മുറയിട്ട് കരയേണ്ട ഒരു കാലമാണ്. കർത്താവ് പറയുന്നത് പുറപ്പാട് 32:16 പറയുന്നത്, പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ദൈവം തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് 2 കൽപ്പനകളിൽ 10 കൽപ്പന എഴുതി. കൽപ്പനാലംഘനമാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ വിരലുകൊണ്ട് 10 കൽപ്പനകൾ, അതായത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ, അതിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ഈ ശരീരം ഈ ഭൂമിയിൽ ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെ അത് അനുഭവിക്കാൻ സാധിക്കും, എങ്ങനെ അനുഗ്രഹമാക്കും, അത് ദൈവത്തോട് ചേർന്ന് ഒക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ ഈ 10 കൽപ്പന, ചിലർ പറയും 10 കൽപ്പന മാറിപ്പോയെന്ന്. യേശു പറഞ്ഞ് 10 കൽപ്പന മാറ്റാനല്ല ഞാൻ വന്നത്, അത് സ്ഥിരപ്പെടുത്താനാണ്. ഈ 10 കൽപ്പനയും പിന്നെ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പിന്നെ ഗിരിപ്രഭാഷണം, അതായത് ആദ്യത്തെ പ്രസംഗവും തുലനം ചെയ്ത് നോക്കിയാൽ ഈ 10 കൽപ്പന ഉൾക്കൊള്ളിച്ചാണ് അതെല്ലാം എഴുതി പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഇച്ചിരൂടെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ. പിന്നെ ഒരു കാര്യം ഓർക്കണം, 10 കൽപ്പന വായിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അവരുടെ ഹൃദയം മൃദുവാകുന്നില്ല. നിയമങ്ങളാണ്. നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പം ട്രാഫിക്, മോട്ടോർ കേസ്, ആക്സിഡൻറ്റ് കേസസ്, ദർ ആർ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് ഉണ്ട്, അതിന് നിയമങ്ങളുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ എപ്പം നീ വേറൊരു വണ്ടിയെ ഇടിക്കുമോ, ഒരാൾ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ നിയമം ജീവിച്ച് പൊങ്ങി വരും. ഉടനെ ക്രിമിനൽ കേസായി, മോട്ടോർ വെഹിക്കിളിൻ്റെ കേസായി, പിന്നെ കോമ്പൻസേഷനായി, പല പ്രശ്നമാണ്. അതുവരെ ഒരു പ്രശ്നമില്ല ചൊവ്വേ നടന്നാൽ. അങ്ങനെ തന്നെയാണ് ഈ 10 കൽപ്പന ദൈവം എഴുതി തന്നിരിക്കുന്നത് കല്ലേലാണ്. അന്നേരം കല്ല് ഹൃദയം മനുഷ്യൻ്റേത്, കല്ലേലാന്ന് എഴുതി കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ വിരള അത് ചൊവ്വേ നേരെ ജീവിക്കുന്നിടത്തോളം കാലം ഒരു കുഴപ്പമില്ല. നീ വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യുമ്പോൾ നിയമം പൊങ്ങി വന്നു. കൊല ചെയ്യരുത്, കൊല ചെയ്യുമ്പോൾ നിയമം പൊങ്ങി വന്നു. ഒരു തെറ്റ് ചെയ്താൽ, ഏതെങ്കിലും 10 കൽപ്പനയിൽ ഒരെണ്ണം തെറ്റിച്ചാൽ എല്ലാം തെറ്റിച്ചു. എക്സാമ്പിൾ, ദൈവമായ യഹോവയല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത്. ദൈവത്തിനും പകരം വേറൊരു കല്ലെടുത്ത് വെച്ച് ചിതാ ദൈവം എന്ന് പറഞ്ഞാൽ യു ബ്രോക്ക് എവറിത്തിങ്, ഇല്ലേ? ഇത് സത്യത്തിൽ ആഴമായിട്ട് ദൈവത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്ര സിംപ്ലിഫൈഡ്. എനിക്ക് എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്. ആ ഫ്രിഡ്ജ് കൊണ്ട് വെള്ളത്തിനകത്ത് മുക്കി വെച്ചാൽ വർക്ക് ചെയ്യുമോ? മൊബൈൽ അതുകൊണ്ട് വെള്ളത്തിലിട്ടവർ, അതിൻ്റെ മാനുവലുണ്ട്. അതെങ്ങനെയാണ്, എങ്ങനെ ചെയ്യണം, എവിടെ സ്വിച്ച് ചെയ്യണം, അതെങ്ങനെ എർത്ത് ചെയ്യണം, അതെങ്ങനെയാണ് അതിൻ്റെ ഫ്രീസർ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം മാനുവലിനകത്ത് എഴുതിയിട്ട് അറിയാവുന്നവരൊന്ന് കുത്തി തന്ന് അത് ശരിയാക്കി തന്നേച്ച് പോകും. നമുക്ക് ഈ 10 കൽപ്പന ദൈവം തന്നിട്ട് അതിനെ കാറ്റത്ത് പറപ്പിക്കുന്ന പോലെ ഒരു വിലയും കൊടുക്കാതെ ജീവിക്കുമ്പം മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനുഷ്യൻ തന്നെ അറിയത്തില്ല. ആര് പറയും? ആരാധികാരികമായിട്ട് പറയും? മനുഷ്യനെല്ലാവർക്കും പിന്നെന്താ സമ്പത്ത് ഉണ്ടാക്കാനല്ല, രോഗസൗഖ്യം കിട്ടാൻ, പിന്നെ ഡെലിവറൻസ്, ഇതൊക്കെ ഈ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് പഠിപ്പിക്കാതെ എന്നെ ഡെലിവറൻസ്.
വി ആർ ആക്ച്വലി തല തിരിഞ്ഞ് നടക്കുന്നു എന്ന് ചിലപ്പം ദൈവം ചോദിക്കുന്നുണ്ട്. അതാ പറയുന്നുണ്ട്, എൻ്റെ ജനത്തെ പോലെ ഇത്ര ബുദ്ധിയില്ലാത്തൊരു വേറെ ആരുമില്ലെന്ന് ദൈവം പറയുന്നു. ജാതികളെ നോക്കി പഠിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. സങ്കടമല്ലേ? പാപത്തെക്കുറിച്ച് ദൈവം പറയുന്നത് പാപം അധർമ്മം തന്നെ. നല്ല ധർമ്മം എന്ന് വെച്ചാൽ നല്ല കാര്യം. അധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യന് യോജിക്കാത്ത കാര്യങ്ങൾ. പാപം അധർമ്മമാണ്. കൽപ്പന ലംഘനം പാപം തന്നെ. യോഹന്നാൻ്റെ വിശേഷം 3:4 പറയുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. സങ്കീർത്തനം 19 ന്യായപ്രമാണത്തിനെ കുറിച്ചുള്ളത്. ഞാൻ വായിക്കുന്നില്ല, നിങ്ങളെടുത്ത് വായിക്കാം. 19:7 തൊട്ടുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം നമുക്ക് തിരകുള്ളതാണ്, ബുദ്ധി തരുന്നു, ജ്ഞാനം തരുന്നു, തേനിലും തേൻകെട്ടയിലും മധുരമാണ്, അത് ജീവനാണ്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ന്യായപ്രമാണം ഇല്ലാതെ ഈ കുഞ്ഞുങ്ങൾ അരഞ്ഞാണ് ഇല്ലാതെ നടത്തുന്നെന്ന് പറഞ്ഞതുപോലെ കാളെ അഴിച്ചുവിട്ട് കയറില്ലാത്ത കാളെ അഴിച്ചു വിട്ടിരിക്കുന്നത് പോലെ കുറേ പേരെ റോഡിലോട്ട് അഴിച്ചു വിടുക എന്ന് പറയുന്നത് അത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. ഈവനൊരു പട്ടം പറപ്പിച്ചാൽ പോലും ആ പട്ടത്തിൻ്റെ പുറകിൽ ഒരു ചരടില്ല എങ്കിൽ ആ ചരട് വെച്ചത് പിടിക്കുന്നതനുസരിച്ച് ആ പട്ടം പറക്കുന്നത്. ചരട് പൊട്ടിപ്പോയെങ്കിൽ പട്ടം പൊങ്ങിപ്പോകും, പക്ഷേ പട്ടം കുറച്ച് താമസിക്കുന്നതിന് കീറി താഴെ വീഴും. റിയലി നമ്മളെ ഏൽപ്പിച്ച ഈ ജീവൻ എത്ര വിലപ്പെട്ടതാണെന്നും ഇത് പ്രഷ്യസ് ആണെന്നും ഇതിന് ദൈവം വില കൊടുത്തിരിക്കുന്നത് ഇത് പ്രഷ്യസ് ആയതുകൊണ്ടാണ്. അത് നമുക്കും വിലയുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിച്ചില്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ മടിക്കത്തില്ല. ഇതൊക്കെ ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. പണ്ട് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. 10 കൽപ്പന അറിയാവുന്ന എത്ര പിള്ളേരുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് തികവുള്ള. മനുഷ്യൻ്റെ എല്ലാ ഉത്തരവാദിത്വവും 10 കൽപ്പനകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് സഭാപ്രസംഗി പറയുന്നു. ജീവിതം അതാണ്. ഈ പുതിയ നിയമമാകുമ്പം പഴയ നിയമത്തിൽ കല്ലിന്മേൽ എഴുതി കൊടുത്ത 10 കൽപ്പനയുടെ പുതിയ നിയമം ഈ കൽപ്പന കല്ലേലല്ല എഴുതിയത്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിലേക്ക് കടന്നു വരാം. പിന്നെ അപ്പോൾ നമ്മളോട് കല്ലിൽ കൽപ്പിച്ച നിയമത്തെക്കുറിച്ച് ദൈവം 10 കൽപ്പന തന്നിരിക്കുന്ന എന്തിന്? ദൈവകൽപ്പന കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. സദൃശവാക്യം 29:18. അത് തന്നെയാണ് സദൃശവാക്യം 3:1-2. ഇത് തരുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിനക്ക് ദീർഘായുസ്, ജീവന്, സമാധാനവും വർദ്ധിപ്പിച്ചു തരും. ആയുസിൻ്റെ പകുതിക്ക് വെച്ച് കോവിഡിൻ്റെ കാര്യം കൊണ്ടാണ് 40 വയസ്സാകുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകുന്നു. കോളേജിൽ നിന്ന് പഠിച്ച് ജയിച്ചങ്ങോട്ട് ജോലിക്ക് കയറുന്നതിന് മുമ്പ് മനുഷ്യൻ എക്സ്കർഷന് പോകുമ്പോൾ വെള്ളത്തിൽ വീഴുന്നു, ചാകുന്നു. ഇതൊന്നും ദൈവത്തിൻ്റെതല്ല. അത് ദൈവം ആഗ്രഹിക്കുന്നുമില്ല. നമ്മളിതിനെല്ലാം അങ്ങ് താലോലിക്കുകയാണ്. അയ്യോ അങ്ങോട്ട് പോയപ്പം കുഞ്ഞ് കാല് പറ്റി വീണു. എൻ്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ ഞാൻ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം പറയുന്നില്ലേ? നമ്മൾ ഈ വചനം ഉപയോഗിക്കാതിരുന്നിട്ട് ദൈവത്തെ വിളിച്ചു വരുത്താതെ ദൈവത്തിനെ കുറ്റം പറയാൻ മാത്രം നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ നമ്മളെ തന്നെയാണ് അവഹേളിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ കൽപ്പന പ്രധാനമാണ്. യാക്കോബിൻ്റെ 2:12 സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവനെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. അതായത് ന്യായപ്രമാണത്തിൽ നമുക്കൊരു വിധിയുണ്ട്. അത് കൽപ്പന അനുസരിച്ചില്ല എങ്കിൽ അവിടെ തന്നെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. കൽപ്പന അനുസരിക്കുന്നതിന് പ്രശ്നമില്ല. മര്യാദയ്ക്ക് ജീവിക്കുന്നതിന് ക്രിമിനലിലോ കൊലക്കേസിൻ്റെ പറഞ്ഞ് ആളുകൾ വന്ന് നമ്മളെ അന്വേഷിക്കത്തില്ല. വല്ലവൻ്റെയും പണം കട്ടെടുത്ത് വെച്ചില്ലെങ്കിൽ ആരും നമ്മളെ വന്ന് ചോദിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ നിയമങ്ങളുള്ളതെല്ലാം ഉണ്ട്, അത് ജീവനുണ്ട്. പക്ഷെ അത് ജീവൻ വെച്ച് വ്യക്തികൾക്ക് വരുന്നത് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ, അത് ഖണ്ഡിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. ലൂക്കോസിൻ്റെ സുവിശേഷം 16:17 പറയുന്നു. അതായത് ഇതിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ, അതുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകം തുറന്നു വെച്ച് തന്നെ വായിക്കുന്നത്. കാരണം നമ്മൾ കോടതിയിൽ കേസ് ആർഗ്യുകയാണെങ്കിലും ഞങ്ങൾ ഇതുപോലെ ബുക്കെടുത്ത് വെച്ച് ഒരു 10, 30, 20 ബുക്ക് കേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബുക്കുകളിൽ പ്രീസിഡൻ്റായിട്ട് അതൊക്കെ ജഡ്ജസ് ഡിഗ്രി എഴുതിയിട്ടുണ്ടോ ജഡ്ജ്മെൻറ്റ് അതെടുത്ത് വായിപ്പിച്ച് അതിൻ്റെ ഭാഗങ്ങളെ കേൾപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പുസ്തകങ്ങൾ തുറന്നു വെച്ചാണ് സ്വർഗ്ഗ കോടതിയിലും ആർഗ്യു ചെയ്യേണ്ടത്.
ഇപ്പം ഞാനിപ്പം വക്കീലായിക്കൊണ്ട് കോടതിയിലോട്ട് ചെല്ലുമ്പം ആർഗ്യൂ ചെയ്യേണ്ട കേസും ആർഗ്യൂ ചെയ്യേണ്ട പുസ്തകവും അതിനുള്ള നിയമങ്ങളില്ലാതെ ആർഗ്യൂ എന്ത് വക്കീലാണ് ഞാൻ? അതുപോലെയല്ലേ ആത്മീയ കോടതിയിൽ, സ്വർഗീയ കോടതിയിൽ നിൽക്കുമ്പോൾ വേദപുസ്തകം കൊണ്ടുവരാതെ എന്താണ്? വേദപുസ്തകം കൊണ്ടു നടക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും മടിയാണ്. വേദപുസ്തകം കൊണ്ടുവരാതെ സ്വർഗ്ഗകോടതിയിൽ നീ എന്തിനാ വന്നത്? കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. ചർച്ചിൽ പോകുമ്പോൾ വേദപുസ്തകം കൊണ്ടുവരാൻ പഠിപ്പിക്കണം. അല്ലെ സൺഡേ സ്കൂളിലെങ്കിലും. അതൊന്നും വേണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ പിതാക്കന്മാരുടെ ആണെന്നും പറഞ്ഞ് പഠിപ്പിക്കും. അവരും ഈ വേദപുസ്തകത്തിൽ നോക്കിയെന്നല്ലേ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അത്രയും മതിയെങ്കിൽ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ എങ്കിൽ അത് മതി. പക്ഷേ അതിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരാതെ ഒന്നും നീങ്ങത്തില്ല. പഴയ നിയമത്തിൻ്റെ കഠിനത, അതായത് പഴയ നിയമം ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ അതിന് ജഡ്ജ്മെൻറ്റ് വിധിയുണ്ടെന്ന് പറഞ്ഞു. ഈ പഴയ നിയമം പൂർണ്ണമായിട്ട് ആർക്കും ഒബ്സർവ് ചെയ്യാനൊക്കത്തില്ല. പഴയ നിയമം കൊണ്ട് രക്ഷയും കിട്ടുന്നില്ല. യേശു ന്യായപ്രമാണം നീക്കം ചെയ്തു ഒരു ചോദ്യമാണ്. ഇല്ല, യേശു ന്യായപ്രമാണം നീക്കം ചെയ്തിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 5:17 കൽപ്പന നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5:17 എഴുതിയിരുന്നു കൽപ്പന നിവർത്തിപ്പാനത്രേ ഞാൻ വന്നതെന്ന്. കൽപ്പന നിവർത്തി, ദൈവകൽപ്പന ലംഘിക്കാമോ? ഒരിക്കലും ഇല്ല. പാപത്തിൻ്റെ ഒരു ശമ്പളമുണ്ട്. ഏതൊരു നിയമം തെറ്റിച്ചാലും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ക്രിസ്റ്റൽ ബേസ് തന്നിരിക്കുക. വിമല ഇത് പിടിച്ചോന്ന് പറഞ്ഞ് എന്നെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണാൽ അത് പൊട്ടിപ്പോകും. അല്ല ഞാനിട്ടതുകൊണ്ട് പൊട്ടത്തില്ലെന്നുണ്ടോ? ഇല്ല. ആര് പിടിച്ചാലും നിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണാൽ അത് പൊട്ടിപ്പോകും. എത്രയോ സ്ത്രീകൾ, എത്രയോ കൊച്ചു പിള്ളേർ ദിനം പ്രതി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് പറയും? എന്നാൽ എനിക്കെന്ത് ചെയ്യാൻ? എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുമല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൂതന്മാരെ അയച്ചോളുമല്ലോ. മനുഷ്യരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കണം എന്നില്ലല്ലോ. പക്ഷെ അതുപോലും ചെയ്യാതെ നമ്മൾ ആംബുലൻസിലൊക്കെ പോകുമ്പം മരണവെപ്രാളം കൊണ്ടാണ് ഇവർ പോകുന്നത്. ചില ആംബുലൻസ് അല്ലാതെ ഓടിക്കും. പക്ഷേ ഇവർ പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വേർഡ് ദൈവമേ സൂക്ഷിക്കണം, അവരുടെ ജീവന് പറയാറുണ്ട്. നമ്മൾ വണ്ടി ആക്സിഡൻ്റ് കാണുമ്പോൾ ചോദിക്കും കർത്താവേ അതിനകത്ത് വല്ലവരും ഉണ്ടെങ്കിൽ നീ സൂക്ഷിച്ചോണമേ. അത് മതി, ബാക്കി ദൈവം ചെയ്യും. പിന്നെ ചെയ്യാൻ കഴിവുള്ളവർ ചെയ്യുകയും വേണം. അതൊക്കെ ഓരോരുത്തരും നമ്മളൊരു ഈ പ്രാർത്ഥന ഒരു കാറ്റലിസ്റ്റ് പോലാണ്. അതായത് ഒരു വലിയ കൊട്ടാരത്തിന് ആദ്യത്തെ ഡോറിനൊരു വലിയ താക്കോലുണ്ട്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക, എന്നെ നിങ്ങളെയും. അതൊന്ന് തുറന്നു കൊടുത്താൽ ബാക്കി ആളുകൾ കയറി ഓരോ മുറി തുറന്ന് അവർക്ക് ആവശ്യമുള്ള അതിനകത്തുനിന്ന് അവരെടുത്തോളും. ആദ്യം ഈ കൊട്ടാരത്തിനകത്തോട്ടൊന്ന് കയറ്റ്. ദൈവ നിയമം നമുക്ക് അനുകൂലമെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ദൈവകൽപ്പന ലംഘിക്കാൻ ദൈവം പറയുന്നില്ല. ദൈവത്തിന് പറഞ്ഞു റോമർക്കെഴുതിയ 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, കൃപാവരമോ നിത്യജീവനാണ്. അത് ക്രിസ്തുവിലാണ് ലഭിക്കുന്നത്. യാക്കോബിൻ്റെ 2:10 ന്യായപ്രമാണത്തിൽ ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റിപ്പോകും. അപ്പം യേശുക്രിസ്തു ദൈവം നമ്മളോട് പുത്രൻ തമ്പുരാൻ വന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പോൾ എന്തിനാ റോമർക്കെഴുതിയ ലേഖനം 3:20? അപ്പം എന്തിനാ ഈ ന്യായപ്രമാണം എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ഫ്രിഡ്ജ് നിനക്ക് തന്നിട്ട് അത് പ്ലഗേ കുത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് അതിനകത്ത് ഒരു പ്രയോജനം, തുണി കയറ്റി വെക്കാം, ശരിയല്ലേ? പക്ഷെ എന്തിനാ ഉപയോഗിക്കേണ്ടത് നീ അറിഞ്ഞാൽ അത് ഈ വേനൽക്കാലത്ത് അത് നല്ല തണുത്ത വെള്ളം കിട്ടാനും ഭക്ഷണം കേടാകാതിരിക്കാനും നിനക്ക് ഉപയോഗിക്കാം. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യത്തിലും. നിനക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ എടുത്തുപയോഗിച്ചാൽ നിനക്ക് പ്രയോജനം. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അപത്യകൽപ്പന എഴുതി വച്ചിരിക്കുന്നത്. അത് രക്ഷയെക്കുറിച്ചല്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അത് വിശ്വാസം മൂലമാണ്. അബ്രഹാം വിശ്വസിച്ചു, അത് പഴയ നിയമമാണ്, പുതിയ നിയമമല്ല. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ആ നിയമം വേദപുസ്തകത്തിന് ആദ്യം തൊട്ട് അവസാനം വരെ മാറിയിട്ടില്ല. പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന് മനസാക്ഷി ഇല്ലാതായിപ്പോയി. മനസാക്ഷിയുടെ ഒരു യുഗമുണ്ടായിരുന്നല്ലോ. ഈ മനസാക്ഷി യുഗം ഇന്നസെൻ്റ് കഴിഞ്ഞിട്ടുള്ള യുഗമാണ്. പാപമില്ലാത്തൊരു സ്റ്റേജ്. അതിൽ നിന്ന് കഴിയുമ്പോഴാണ് മനസാക്ഷിയുടെ യുഗം. ആ മനസാക്ഷി യുഗത്തിലും തെറ്റിക്കഴിഞ്ഞിട്ടാണ് നിയമം വരുന്നത്. ആ നിയമം മനുഷ്യൻ്റെ കഠിനത കൊണ്ട് കല്ലേൽ എഴുതി തന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിയമങ്ങൾ ദൈവം തമ്പുരാൻ തന്നെ
തൻ്റെ വിരലുകൊണ്ട് അനുസരണമില്ലാത്ത ജനതയ്ക്ക് കല്ലിന്മേൽ എഴുതി തന്നതാണ്. ഇന്നും നിയമം വായിക്കുമ്പം കല്ല് പോലെ ഹൃദയമായിരിക്കും. എന്നാൽ നിയമം കഴിയുമ്പം പ്രവാചകന്മാർ വരുന്നുണ്ട്. പ്രൊഫറ്റ്സ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ യേശുക്രിസ്തുവിൻ്റെ വരവാകുമ്പോൾ കൃപായുഗമാണ്. ഈ കൃപായുഗത്തിൽ നിയമത്തിൻ്റെ കാഠിന്യം മാറ്റി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിച്ചിട്ട് ഈ 10 കൽപ്പനകൾ എങ്ങനെ അനുസരിച്ചെടുക്കാമെന്ന് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമായിട്ടും സ്നേഹത്തോടെ അപ്പച്ചൻ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കാനുള്ള കൃതി എന്നിട്ട് തരണം. അതും 10 കൽപ്പന വായിക്കുമ്പോൾ ഈ ഗിരിപ്രഭാഷണം കൂടെ എടുത്തു വായിക്കാനുള്ള കൃപ ഉണ്ട്. അത് രണ്ടും കൂടെ ഒന്നിച്ചു പഠിച്ചാൽ ഒരു വേദപുസ്തകം തന്നെയായി മാറി. അതാ നിയമം മസച്ച് ഈസ് നോ പ്രോബ്ലം. നിയമം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ നിയമം അനുസരിക്കാൻ പ്രയാസമുണ്ട്. ഒരെണ്ണം തെറ്റിയാൽ എല്ലാം തെറ്റുന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കൃപ വന്നതോടുകൂടി കൃപയുടെ കനിവിൻ്റെ ആധിക്യം കൊണ്ട് ഞങ്ങൾ ഒരെണ്ണം തെറ്റിയാലല്ല എല്ലാം തെറ്റിയാലും നിൻ്റെ കൃപയിലേക്ക് ഓടി വന്ന് മാനസാന്തരപ്പെട്ട് പാപബോധത്തോട് തിരിച്ചു വരുമ്പം വലതുഭാഗത്തെ കള്ളനെ സ്വീകരിച്ചതുപോലെ നീ ഞങ്ങളെ സ്വീകരിക്കുന്നുവെന്ന് കാണിച്ചു തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ നിയമങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ജീവിതകാലത്ത് ഇവിടെ സ്വർഗരാജ്യം ഉണ്ടാക്കാൻ, സ്വർഗത്തിൻ്റെ രാജ്യം, മനുഷ്യൻ്റെ അല്ല, മാനുഷിക ഗവൺമെൻറ് അല്ലിത്, ദൈവികമായ ഒരു രാജ്യം. ദൈവരാജ്യവും സ്വർഗരാജ്യവും ഇവിടെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അന്ധകാര ശക്തി ഇവിടെ പ്രവണത കാണിക്കും. അവിടെയാണ് സോദോം ഗോമോറ ഉണ്ടാകുന്നത്. അവിടെയാണ് നോഹയുടെ കാലത്തെ പോലും മനുഷ്യൻ മ്ലേച്ഛതയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, നിൻ്റെ വചനം വായിക്കുമ്പോൾ നിന്നെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ കൽപ്പന ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണാനുള്ള കൃപ കിട്ടും. ഒന്നും തിന്മയ്ക്കല്ല. എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്നേഹമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഇട്ട് തന്ന് ഞങ്ങളിൽ കൂടെയും ഞങ്ങളുടെ തലമുറകളിൽ കൂടെയും ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ കാണുന്നവരിലും വചനം ചെല്ലുന്നിടത്തും ദൈവസ്നേഹം ആധികാരികമായിട്ട് ചെല്ലട്ടെ. ശത്രുവിനെ കാണുമ്പോൾ അടിച്ചു മാറ്റാനും ദൈവമക്കളെ എൻ്റെ ചിറയിൻ കീഴിൽ കയറ്റാനും കയറ്റി നിർത്താനും അവരെ അനുഗ്രഹിക്കാൻ ഈ നിയമം ഉപയോഗിച്ചാട്ട് തലമുറകളുടെ മേൽ ഇത് അനുഗ്രഹമായി വരട്ടെ. അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം ഞങ്ങളും കൊടുക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.